നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഞാൻ 2-3 വീഡിയോയിൽ ധനത്തോടുള്ള അല്ലെങ്കിൽ സമ്പത്തിനോടുള്ള നമ്മുടെ ഒരു മനോഭാവം പുതിയ നിയമ വെളിച്ചത്തിൽ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്നു. അതിൽ തുടർമാനമായിട്ടാണ് ചില കാര്യങ്ങൾ പറയുന്നത്. അപ്പം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദയവായിട്ട് പാർട്ട് 1 മുതൽ തുടർന്ന് കേട്ടെങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാട്, ഒരു മനോഭാവത്തിന് നമുക്കൊരു വ്യത്യാസവും ദൈവരാജ്യത്തെക്കുറിച്ചും നിത്യത്തെക്കുറിച്ചുമുള്ള നമ്മുടെ ഉറപ്പും നമുക്ക് പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തോട് ഓർപ്പിക്കുന്നു, ദയവായിട്ട് തുടർമാനമായിട്ട് ഇത് കേൾക്കണമേ എന്ന് ഓർപ്പിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലേക്ക് ഓർപ്പിച്ചു, ഇന്ന് ക്രൈസ്തവ ലോകത്ത്, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സമൂഹത്തിലൊക്കെ ന്യൂ ജനറേഷൻ എന്ന് അവകാശപ്പെടുന്ന സഭകളും അതിൻ്റെ ഉപജ്ഞാതാക്കളുമൊക്കെ ഏറ്റവും അധികം ഭൗതികമായ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഊന്നൽ കൊടുത്തുകൊണ്ട് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ആ കർത്താവിലൂടെ നമുക്കെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടായാലും ലഭിക്കുന്ന നിത്യതയാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന ആ കാഴ്ചപ്പാട് നഷ്ടപ്പെടുത്തിക്കൊണ്ട് കേവലം 70 അല്ലെങ്കിൽ 80 സംവത്സരം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെ ലഭിക്കുന്ന വസ്തുവാകട്ടെ, വീടാകട്ടെ, വാഹനമാകട്ടെ, മറ്റെന്തുമാകട്ടെ, അതിനെല്ലാമാണ് ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹമെന്ന് പഠിപ്പിച്ച് കേട്ടും ഇന്ന് വല്ലാത്തൊരു അബദ്ധത്തിലേക്ക്, തെറ്റിലേക്ക്, ആത്മീയ കണ്ണുകൾക്ക് അന്ധത പിടിച്ച ഇതെല്ലാമാണ് നമുക്ക് അനുഗ്രഹമെന്ന് മനസ്സിലാക്കുന്ന തലമുറയിൽ ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയാണ് ഞാനിത് ഈ വീഡിയോ ചെയ്യുന്നത്. കർത്താവിൻ്റെ പ്രാർത്ഥന, ലോർഡ്സ് പ്രെയർ, അത് ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് ചുരുക്കമായിട്ട് ഓർപ്പിച്ചു. അവിടെ എങ്ങും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നുവല്ലോ. നിങ്ങൾ ജാതികളെ പോലെ ഒരു വലിയ ലിസ്റ്റും കൊണ്ട് ജൽപ്പനം ചെയ്യണ്ട, ഇതെല്ലാം കർത്താവിനറിയാം. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനെ കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടി കർത്താവ് കുറേ ഉദാഹരണങ്ങളൂടെ പറഞ്ഞു. ഒരു വലിയ എക്സ്പ്ലനേഷൻ അതേ അധ്യായത്തിൽ കർത്താവ് നടത്തി. നമുക്ക് മുന്നോട്ട് വരുമ്പം, അതായത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു. ലൂക്കോസിൻ്റെ 11-ാം അധ്യായം 33-36 ലൂക്കോസ് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു: പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. എന്നിട്ട് പറഞ്ഞു, പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവീൻ. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമുക്കറിയാം, സ്വർഗം ദൈവം അധിവസിക്കുന്ന ദൈവരാജ്യം. ആ സ്വർഗത്തിൽ നമുക്കിവിടെ സമ്പാദിച്ച എന്തെങ്കിലും ഒരു മെറ്റീരിയലിസ്റ്റിക് ബ്ലെസ്സിങ്സ്, മെറ്റീരിയലായിട്ടുള്ള ഭൗതിക വസ്തുക്കളായിട്ടുള്ള ഒരു സാധനവും അവിടെ കൊണ്ടുപോകുവാനോ നിക്ഷേപിക്കാനോ ഒക്കത്തില്ല. നമ്മുടെ കയ്യിൽ എത്ര ലക്ഷം രൂപയുണ്ടെങ്കിലും, എത്ര കോടിയുണ്ടെങ്കിലും, നമുക്ക് എത്ര വലിയ ബ്രാൻഡഡ് കമ്പനിയുടെ സാധനങ്ങളോ, വിലപിടിപ്പുള്ള സാധനങ്ങളോ, പൊന്നോ, വാഹനമോ, വസ്തു ഉണ്ടെങ്കിലും ഇതൊന്നും നിക്ഷേപിക്കാൻ പറ്റിയൊരു സ്ഥലമല്ല അവിടെ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റിയത് ഒറ്റ കാര്യമേ ഉള്ളൂ. നാം ഈ ലോകത്തിൽ ദൈവം തന്നിരിക്കുന്ന ജീവിതം എന്ന ഈ ബ്രാക്കറ്റ് പീരീഡിൽ, ദൈവം തന്നിരിക്കുന്ന ഈ ആയുസ്സിൽ നമ്മുടെ കർത്താവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അതിനുവേണ്ടി മുതൽ മുടക്കി ആത്മാക്കളെ നേടിയിട്ടുണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും അവിടുത്തെ നിക്ഷേപം. ഇവിടുത്തെ നിക്ഷേപമല്ല ഇവിടെ കൊണ്ട് അവസാനിക്കും. നമ്മളോടുകൂടെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവസാനിക്കുകയും അത് മറ്റൊരാൾക്ക് ചെന്ന് ചേരുകയും ചെയ്യും. അതൊന്നും നമ്മളെ പിൻപറ്റത്തില്ലെന്ന് നമ്മൾ ആദ്യമേ അറിയണം. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഇങ്ങനെ നിക്ഷേപിക്കാൻ പറ്റാത്തൊരു രാജ്യമാണ് ദൈവരാജ്യം. നിങ്ങളുടെ
ഈ മെറ്റീരിയലായിട്ടുള്ള ഭൗതിക വസ്തുക്കളൊന്നും അവിടെ പറ്റത്തില്ല. അപ്പോൾ അവിടെ വേണം നിങ്ങൾ നിക്ഷേപിക്കാൻ. എന്നിട്ട് ചില കാര്യങ്ങളോട് പറഞ്ഞേച്ചു നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്തായിരിക്കും നിങ്ങളുടെ ഹൃദയം ഇരിക്കുന്നത്. എല്ലാം പറഞ്ഞേച്ച് കർത്താവ് ഒരു കാര്യം പറഞ്ഞു. അത് 24-ാമത്തെ വാക്യത്തിൽ വളരെ ശ്രദ്ധയോടെ നമ്മൾ ആ ഭാഗം ചിന്തിക്കണം. അത് ലൂക്കോസും രേഖപ്പെടുത്തി, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അവിടെ കർത്താവ് 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയത്തില്ല. ഇതാണ് എൻ്റെ പരമപ്രധാനമായിട്ട് കർത്താവ് വെച്ച ഒരു പ്രിൻസിപ്പിളാണ്, അടിസ്ഥാന തത്വമാണ്. അതായത് ഒരു വിശ്വാസിക്ക്, ഒരു ദൈവബോധലിന് ദൈവം പിതാവും ആ പിതാവിൻ്റെ മക്കളുമായി തീർന്ന ഒരാൾക്ക്, അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നല്ലോ, ആ ബന്ധത്തിൽ ആയി തീർന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഒരു വിശ്വാസിയെക്കുറിച്ച്, ഒരു ദൈവത്തിനെക്കുറിച്ച്. അവിടെ പറഞ്ഞു നിങ്ങൾക്ക് ഒരേ സമയത്ത് 2 യജമാനന്മാരെ സേവിപ്പാൻ കഴിയത്തില്ല. ആ 24-ാമത്തെ വാക്യം ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, നോ വൺ ക്യാൻ സേർവ് 2 മാസ്റ്റേഴ്സ്, എയ്തർ ഹി വിൽ ഹേറ്റ് ദ വൺ ആൻഡ് ലവ് ദ അതർ, ഓർ ഹി വിൽ ബി ഡിവോട്ടഡ് ടു ദ വൺ ആൻഡ് ഡിസ്പൈസ് ദ അതർ. യു കനോട്ട് സേർവ് ബോത്ത് ഗോഡ് ആൻഡ് മണി, അഥവാ മാമോൻ. അതായത് ഇവിടെ കർത്താവ് പറയുകയാണ്, മാമോൻ എന്ന പദത്തിൻ്റെ അർത്ഥം എനിക്ക് ഇന്നും പലർക്കും അതിൻ്റെ അർത്ഥം തിരിച്ചറിയില്ല എന്താണ്. ഇന്ന് പലർക്കും അറിയത്തില്ല. അവർ പറയുമ്പോൾ കേൾക്കുമ്പോഴൊക്കെ മാമോൻ, എന്താണ് ഈ മാമോൻ? ഇംഗ്ലീഷ് ബൈബിൾ എഴുതി യു കനോട്ട് സേർവ് ബോത്ത് ഗോഡ് ആൻഡ് മണി എന്ന് പറഞ്ഞാൽ, ഈ മാമോൻ എന്ന പദത്തിന് നമ്മുടെ ഡിക്ഷണറി നോക്കിയാൽ പല അർത്ഥങ്ങളുണ്ട്. അതായത് ഇംഗ്ലീഷ് അതിൻ്റെ അർത്ഥം വേൾഡി വെൽത്ത് എന്നാണ്. വേൾഡി വെൽത്ത്. വേൾഡി വെൽത്തിൻ്റെ എന്തൊക്കെ വരും എന്നറിയാമോ? വസ്തു വരും, വീട് വരും, മൃഗങ്ങൾ വരും. എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ മനുഷ്യന് മൃഗങ്ങൾ വലിയ സമ്പത്തായിരുന്നു. ഇന്നത്തെ പോണൊക്കെ ഇത്രമാത്രം അഡ്വാൻസ്ഡ് ആയിട്ട് ഉള്ള ഒരു കാലൊക്കെ ജീവിക്കുന്നതിന് മുമ്പ് വലിയ മൃഗങ്ങൾ അവരുടെ സമ്പത്തായിരുന്നു. കുടുംബം, വിദ്യാഭ്യാസം, ജോലി, വികാരം, മാനം, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് വേൾഡി വെൽത്ത്. അപ്പം നമ്മുടെ വസ്തുവായാലും വീടായാലും നമുക്കുള്ള വിദ്യാഭ്യാസമായാലും സകലതും ഇതിനകത്ത് വരുന്ന. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, യു കനോട്ട് സേർവ് ബോത്ത് ഗോഡ് ആൻഡ് മണി. നിനക്ക് ഒരേ സമയത്ത് ഒന്നിനെ ത്യജിക്കണം, എന്നിട്ട് ഒന്നിനോട് പറ്റിച്ചേരണം. അപ്പം നമ്മളാ തീരുമാനിക്കേണ്ടത് ഞാനിപ്പം ഏത് യജമാനൻ്റെ ദാസനാണെന്നുള്ള കാര്യം. ഇത് കേൾക്കുന്ന നമ്മൾ ഓരോ നമ്മുടെ ആത്മീയ ജീവിതം വെച്ച്, അല്ലെങ്കിൽ കർത്താവിൻ്റെ തിരുവായ് മൊഴിയാൽ, മറ്റാരുമില്ല, കർത്താവ് തന്നെ പഠിപ്പിച്ച് അതിന് വലിയ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടാണ് ഈ പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് ഇതിനെക്കുറിച്ച് വിവരിച്ചു തരുന്നത് മനസ്സിലാക്കാൻ. കർത്താവ് പറയുകയാണ്, യു കനോട്ട് സേർവ് ബോത്ത് ഗോഡ് ആൻഡ് മണി. നിനക്ക് ഒരേ സമയത്ത് 2 യജമാനെ സേവിക്കാൻ. ആ യജമാനന്മാർ ആരൊക്കെയാണ്? ഒരു സൈഡിൽ അത് നമ്മുടെ നമുക്ക് സൗജന്യമായി തന്ന, അതിനുവേണ്ടി തൻ്റെ ജീവനെ തന്ന നമ്മുടെ അനുഗ്രഹമായിരിക്കുന്ന യേശുക്രിസ്തു ഒരു സൈഡിൽ നിൽക്കുന്നു. മറു സൈഡിൽ നമുക്ക് ഈ ലോകത്തിലുള്ള വസ്തുവാകട്ടെ, വീടാകട്ടെ, ധനമാകട്ടെ, നമ്മുടെ മൃഗസമ്പത്താകട്ടെ, നമ്മുടെ ജോലിയാകട്ടെ, വിദ്യാഭ്യാസം, അത് നിൽക്കുന്നു. ഇപ്പം നമ്മൾ ഇവിടെയാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങളിൽ, കൺവെൻഷൻ സ്റ്റേജുകളിൽ, സഭകളിലൊക്കെ ഏതിനാണ് പ്രാധാന്യം കൊടുത്ത് ഏറ്റവും അധികം സംസാരിക്കുന്നത്? ഒന്നുകിൽ നമ്മൾ ഒന്നിനെ ത്യജിക്കണം, ഒന്നിനോട് പറ്റിച്ചേരണം. നമുക്ക് രണ്ടും കൂടെ ഒരേ സമയത്ത് കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല. എന്നിട്ട് കർത്താവ് അടുത്ത 25-ാമത്തെ വാക്യം അതിനെക്കുറിച്ച് വിവരിക്കുക. അതായത്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? കർത്താവ് പറയുകയാണ്, ഇതാ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. എന്തു തിന്നും എന്തു കുടിക്കും, എന്തുടുക്കും. അതായത് ഇതെല്ലാം ഭൗതികമായിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളാണ്, ഭൗതികമായ നമ്മുടെ ആവശ്യങ്ങളാണ്. ഇതാണ് കർത്താവ് ആദ്യമേ പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഞാൻ അറിയുന്നു. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ നമ്മുടെ ഭൗതികമായ ഒരൊറ്റ ആവശ്യമേ കർത്താവ് ആ പ്രാർത്ഥനയിൽ വെച്ചുള്ളൂ. അത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. നാളത്തേക്ക് പോലും പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മളെ പഠിപ്പിച്ചില്ല. ഇന്നത്തേക്കുള്ള തരണമേ എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. ഇവിടെ പറയുകയാണ്, നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും. ഇതൊക്കെ നമ്മുടെ ഭാവിയിൽ നാളത്തേക്കുള്ള ചിന്തകളാണ്. കർത്താവ് പറയുകയാണ്,
ഇതിനെക്കാട്ടിൽ വലുതാണ് നിങ്ങളുടെ ജീവനും ശരീരമൊക്കെ. അതിനെ സംരക്ഷണം ചെയ്യുന്ന, അതില്ലേ പിന്നെ ഉടുപ്പിൻ്റെ ആവശ്യമില്ല, അല്ലേ? അതില്ലെങ്കിൽ പിന്നെ ആഹാരത്തിൻ്റെ ആവശ്യവുമില്ല. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് നിലനിർത്താൻ, നിങ്ങളെ നിലനിർത്തുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അതിനാവശ്യമുള്ള ആഹാരം തരാനും കുടിക്കാനുള്ള വെള്ളം തരാനും ഉടുക്കാനുള്ള വസ്ത്രം തരാനും ദൈവത്തിന് കഴിയും. എന്നിട്ട് കർത്താവ് ഇതിനെ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾ ആകാശത്തിലെ പറവയെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. യോബ് തൻ്റെ പുസ്തകത്താൻ പറഞ്ഞു, കാക്കക്കുഞ്ഞുങ്ങൾ ഇരകെട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിനാരാ തീനെത്തിച്ചു കൊടുക്കുന്നത്? നമുക്ക് തത്തയും നല്ല പ്രാവും അല്ലെങ്കിൽ ലവ് ബേഡ്സൊക്കെയാണ് നമുക്ക് ഇഷ്ടം, നമ്മൾ വീട്ടിൽ വളർത്തും, അതിൻ്റെ ഫുഡ് കൊടുക്കും. കാക്ക ആരും വളർത്താറില്ല, കാരണം കാണാൻ ഇമ്പമില്ല, അത് ശബ്ദത്തിന് ഇമ്പമില്ല, അത് എന്താ പറയുന്നത്, വൃത്തികെട്ട ഹീനമായ സ്ഥലങ്ങളിൽ ചെന്നിരിക്കും, ഹീനമായത് ഭക്ഷിക്കും. അതിനെ തന്നെ ആരും സ്നേഹിക്കാറില്ല, അതിൻ്റെ കുഞ്ഞിനെ വളർത്താറില്ല. പക്ഷേ കർത്താവ് പറയുകയാണ്, ഈ ഭൂമിയിൽ എത്രയോ കോടിക്കണക്കിന് കാക്കകളുണ്ട് ഈ ഭൂമിയിൽ. അതിൻ്റെ കുഞ്ഞ് അതിൻ്റെ കൂട്ടിൽ, അതിന് പറക്കാൻ കഴിയത്തില്ല. അത് ജനിച്ച അല്ലെങ്കിൽ പിറന്ന ഒരു കുഞ്ഞ് അതിന് പപ്പും പൂടെയൊന്നും കിളിച്ചിട്ടില്ല, തൂവലായിട്ടില്ല. അതിന് ആഹാരം കിട്ടാതെ ഉഴന്ന ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീനാരെ എത്തിച്ചു കൊടുക്കുന്നത്? നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവം ആ തള്ളക്കാക്കയ്ക്ക് എവിടുന്നെങ്കിലും തീൻ കൊടുക്കും, അത് കൊത്തിക്കൊണ്ടുപോയി അതിൻ്റെ വായിൽ വെച്ചു കൊടുക്കും. അപ്പം അങ്ങനെ ഈ കാക്കകളെ പുലർത്തുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ, ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ആളെക്കുറിച്ചിട്ടാണ്. കർത്താവ് പറയുകയാണ്, അതിനെ സ്വർഗസ്ഥനായ പിതാവ്, നിങ്ങൾ അവയേക്കാൾ എത്ര ശ്രേഷ്ഠതയും വിശേഷതയുള്ളവരാണ്. വിചാരപ്പെട്ടാൽ നിങ്ങളുടെ നീളത്തോട് ഒരു മുഴം കൂട്ടാനും കുറയ്ക്കാനും നിങ്ങൾക്കും കഴിയത്തില്ല. താപ്പോട്ട് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. വയലിലെ പുല്ലിനെ ദൈവം എങ്ങനെയാണ് ചമയ്ക്കുന്നത്? ശലോമോൻ പോലും തൻ്റെ സർവ്വസമ്പത്ത് കൊണ്ടും താൻ ശ്രമിച്ചിട്ട് പോലും ഇത്ര മനോഹരമായി ചമയ്ക്കാൻ കഴിയാത്ത ഈ പുഷ്പങ്ങളെയൊക്കെ നാച്ചുറലായിട്ടുള്ളതിനെ പുലർത്തുന്ന, ഈ ചെളി വെള്ളത്തിൽ നിൽക്കുന്ന താമര എത്ര മനോഹരമായിട്ട് അതിനെ ഭംഗി കൊടുക്കുന്ന ആരാണ്? ശലോമോൻ തന്നെ തൻ്റെ സ്വർണം കൊണ്ടും പൊന്നുകൊണ്ടും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ നാച്ചുറൽ ഒരു താമര പുഷ്പത്തിനുണ്ടായ ഭംഗി തനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അതിന് ഈ ചെളി വെള്ളത്തിൽ നിൽക്കുന്ന ഈ താമരയ്ക്ക് എത്ര ഭംഗി കൊടുക്കുന്ന ആരാണ്? ഇത് കർത്താവ് പറയുകയാണ്, ഇന്ന് ഉള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ, അതായത് ഇന്ന് പറിച്ച് നാളെ ഉണങ്ങിപ്പോയിട്ട് തീ കത്തിക്കാൻ മാത്രം ഒതുങ്ങുന്ന പുല്ലിനെ ഇത്രയധികം ദൈവം ചമയിക്കുന്നെങ്കിൽ നിങ്ങൾ എത്രയധികം. അടുത്തത് 31 ആകിയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ ഇവയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥനയ്ക്കാൻ, അതായത് പ്രാർത്ഥന എങ്ങനെയായിരിക്കും പഠിപ്പിച്ച മുന്നേ പറഞ്ഞത്, നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ഇപ്പം അർത്ഥം മനസ്സിലായോ? അതായത് ജാതികളായിട്ടുള്ളവരാണ് എന്ത് തിന്നും, എന്ത് കൊടുക്കും, ആഹാരത്തിന് വേണ്ടി, വസ്ത്രത്തിന് വേണ്ടി, വീടിന് വേണ്ടി, പിള്ളേരുടെ പഠിത്തത്തിന് വേണ്ടി, കല്യാണത്തിന് വേണ്ടി, ഇങ്ങനെ വലിയൊരു ഗ്രോസറി കടയിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ലിസ്റ്റ് പോലെ ഉണ്ടാക്കി വെച്ചിട്ട് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് ഇതൊക്കെ നമുക്ക് ആവശ്യമാണെന്നറിയാം. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് പഠിപ്പിച്ച ആ കർത്തൃപ്രാർത്ഥനയായിരിക്കണം. അതിൻ്റെ അകത്താണ് എല്ലാ അർത്ഥങ്ങളും അടങ്ങിയിരിക്കുന്നത്. കർത്താവ് പറയുന്നത് ഇതൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് ആദ്യമേ പറഞ്ഞു, നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ഇതെല്ലാം നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നില്ല. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ചിലരെ പ്രസംഗിക്കണം പറയാൻ കേട്ടില്ല, ഇതെല്ലാം ദൈവം നിങ്ങൾക്ക് തരുമെന്ന്. അതെല്ലാം ഒന്നറിയാമോ? നിങ്ങൾക്കിത് ആവശ്യമുള്ളത്, നിങ്ങൾ വിചാരപ്പെടുന്ന ഇന്നത്തെ ആഹാരം, ധരിക്കേണ്ട വസ്ത്രം, നഗ്നനായിട്ടല്ല നമ്മളെ ആയിരിക്കും. ദൈവം നമുക്ക് വേണ്ട വസ്ത്രം തരും, ആഹാരം തരും, കുടിക്കാനുള്ളത് തരും, ഉടുക്കാനുള്ളത് തരും, കഴിക്കാനുള്ളത് തരും. അതായത് കർത്താവ് പറയുകയാണ്, ബാക്കിയെല്ലാം ജാതികൾ അന്വേഷിക്കുന്നു. അതുകൊണ്ടാണ് പ്രാർത്ഥന ആദ്യം നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യുന്നവരായി തീരല്ല. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ സഭയിലെ പാസ്റ്റർമാരൊക്കെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച് കേട്ട് നമ്മൾ പറയുന്ന എപ്പോഴും ഈ കർത്തൃപ്രാർത്ഥനയാണ് ജൽപ്പനം, മറ്റേതാണ് യഥാർത്ഥ പ്രാർത്ഥന. അതുകൊണ്ട് ഇത് നമ്മുടെ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കണം ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനയിൽ, നമുക്ക് ദൈവമായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ പറയാം. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഞാനും നിങ്ങളും ഒരപ്പനും മകനും എന്ന പോലെ ഈ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലായി നീ ഒരു ദൈവത്തിനിട്ടുണ്ടെങ്കിൽ, ഇവിടെ കർത്താവ് തൻ്റെ സ്വന്തം തിരുവായും വഴി കൊണ്ട് പറഞ്ഞു, അരുളി ചെയ്തു,
ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നല്ലോ. ഹീ നോസ്. ഇപ്പം എൻ്റെ അപ്പൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പറഞ്ഞ കാര്യം അപ്പൻ അറിയാം എൻ്റെ മോനെ ഇന്ന പ്രായം സ്കൂളിൽ അയക്കണം. സ്കൂളിൽ അയച്ചാൽ മാത്രം പോരാ, ബാഗ് വേണം, പുസ്തകം വേണം, ടിഫിൻ പാത്രം വേണം, ബുക്ക് എല്ലാം വേണം എന്നുള്ള, യൂണിഫോമും വേണം, ഇതെല്ലാം അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് യഥാർത്ഥം നമ്മുടെ മനോഭാവം മാറണമെങ്കിൽ, കാരണം കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ സമ്പത്ത് എവിടെ നിങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത് അവിടെ നിങ്ങളുടെ ഹൃദയം ഇരിക്കും. അപ്പോൾ ഇത് മാത്രം പറയുകയും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഈ പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ നിങ്ങൾ വേണം വിലയിരുത്താൻ ഇത് ആരുടെ ചരക്കാണെന്നുള്ള കാര്യം, ഇതെവിടെ ഇരിക്കുന്നു, ഇവരെ ഭരിക്കുന്ന ആത്മാവ് ഏതാണ്. അത് ഞാൻ പിന്നീടുള്ള കാര്യത്തിൽ പറയാം. ഇവർക്കൊരു ഉപജ്ഞാതാവുണ്ട്, ഇവർക്കൊരു മാസ്റ്ററുണ്ട്. ആ മാസ്റ്ററെ കൂടി പരിചയപ്പെടും ഞാൻ തുടർന്നുള്ള വീഡിയോയിൽ. ദയവായിട്ട് തുടർച്ചയായിട്ട് കേൾക്കുക. ഗോഡ് ബ്ലെസ് യു ആൾ.